റമദാൻ ഹോട്ടലിലെത്തിയിട്ട് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. സമ്മർ തുടങ്ങിയോടെ നല്ല ചൂടുണ്ട്. നമ്മൾ ബാഗ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ബാഗ് എടുത്തിട്ട് നേരെ നമ്മുടെ റൂമിലേക്ക് 12th ഫ്ലോർ. മധുരയിൽ വന്നിട്ട് നമ്മുടെ 12th ഫ്ലോറിൽ 1203 റൂം. അപ്പോൾ ആ റൂമിലേക്ക് നമ്മൾ കയറുന്നു. ആക്സസ് കീ കിട്ടും. ആക്സസ് കീ പ്രവർത്തിക്കുന്ന ഇവിടെയാണ്. റൂമിലേക്ക് കയറുകയാണ്. ഇവിടെ വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ടീ കോഫി കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചിട്ടുണ്ട്. നെസ്കഫേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വാളിൽ ഒരു അടിപൊളി സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുട്ബോൾ കളി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്ബോളൊക്കെ ആണെങ്കിൽ അങ്ങനെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ നല്ലൊരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ് ലാമ്പ്, ബെഡ്, ആ ബെഡിനോട് ചേർന്ന് തന്നെ അടിപൊളി ഒരു വാൾപേപ്പറൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വിളിക്കാനുള്ള ഫോണും കാര്യങ്ങളൊക്കെ ഇവിടെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. വാഷ്റൂമിൽ ചെറിയൊരു വാഷ്റൂമാണ് നമ്മുടെ റൂമിൻ്റെ അവിടെയുള്ള പോലെ ചെറിയൊരു വാഷ്റൂം. കണ്ടോ, നമ്മുടെ സോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ചെറിയ വാഷ്റൂം, ചെറുതല്ല, ഇപ്പുറത്ത് ബാത്ത് ടബൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കുളിക്കാം. ടവൽസൊക്കെ എത്ര വേണ്ടി ഉപയോഗിക്കാം. ടവൽസൊക്കെ മുകളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നല്ല സെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒരു ഹോട്ടലിൽ വരുമ്പോൾ ഏത് രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹോട്ടൽ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റും. പിന്നെ ഇവിടെ ചെറിയൊരു സോപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മിറർ, നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് ഓൺ ചെയ്യുന്ന മിറർ വെച്ചിട്ടുണ്ട്. ഓൺ ആവുന്നില്ല. റമദാൻ വേൾഡ് വൈഡ് ആയിട്ടുള്ള സംഭവമാണ്, അതുകൊണ്ട്. പിന്നെ ഇവിടെ മുടിയൊക്കെ ഹീറ്റ് ചെയ്യാനുള്ള വേറെ സംഭവം വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് അടിപൊളി. ഇവർ ബ്രാൻഡ് അടിപൊളിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ സമ്മർ സീസണിലും നമുക്ക് സെറ്റായിട്ട് കിട്ടിയത്. റൂമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വലിയ സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. ബാൽക്കണിയൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ ചെയറൊക്കെ രണ്ട് സൈഡിലിട്ടിട്ട് ഒരു കോഫി കുടിക്കാനുള്ള കോഫി ടേബിളും അതിനോട് ചേർന്നിട്ടുള്ള നല്ല അടിപൊളി ആംബിയൻസ്ഡ് ആയിട്ടുള്ള ഓപ്പൺ ബീച്ചാണ്. ആ പ്രൈവറ്റ് ബീച്ച് നമുക്ക് മാത്രം ഇറങ്ങാൻ പറ്റുന്ന ബീച്ചാണ്. അംബ്രല്ലയും സീറ്റിംഗ് ചെയറൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന് രണ്ട് സൈഡിലും പബ്ലിക് ബീച്ചാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിലുള്ള പോർഷൻ മാത്രം നമുക്ക് യൂസ് ചെയ്യാം. അവിടെ രണ്ട് സൈഡിലും ബോയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ സെപ്പറേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഈ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ. ഉച്ചയ്ക്ക് 2:30-2:45 സമയത്ത് നമ്മൾ റൂം എടുത്ത് കയറി അപ്പം തന്നെ നമ്മളെടുത്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് ഈ സമയത്ത് എടുത്തില്ലെങ്കിൽ നമുക്ക് ഈ റൂമിൻ്റെ ഒരു ഫ്രഷ്നെസ് കിട്ടില്ല എന്ന് കണ്ടു കരുതിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ വീഡിയോയ്ക്ക് അങ്ങനെ എടുത്തത്. നമ്മളെത്തിയിരിക്കുന്നത് അജ്മാനിലെ ഒരു റെസ്റ്റോറൻറ്റിലാണ്. നമ്മുടെ കുസൈനല്ല, അറബിക് കുസൈനാണ്. ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഫസ്റ്റ് ട്രൈ ആണ്. ഒരു കോംപ്ലിമെൻ്ററി സൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തഹീന, ഇത് നമ്മുടെ ഒരു ഈ
സമൂസൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു സംഭവം അരച്ചുണ്ടാക്കുന്നതാണ്. നല്ല ഉപ്പാട്ടോ. പിന്നെ വെജിറ്റബിൾ സലാഡ് തന്നിട്ടുണ്ട്. ഈ സലാഡ് കൂടാതെ നമ്മൾ വേറെ സലാഡ് ഓർഡർ ചെയ്തു. അത് വരും. സൂപ്പ് സ്റ്റാർട്ടർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുസീനാണ്. എന്തായി തീരുമെന്ന് അറിയില്ല. ചെക്ക് ചെയ്യാം. നമ്മൾ ഓർഡർ ചെയ്ത പ്രകാരം മിക്സ് ഗ്രില്ലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം ഒരു ബ്രെഡൊക്കെ തന്നിട്ടുണ്ട്, നമ്മൾ ഓർഡർ ചെയ്യാത്ത. പിന്നെ റൈസ് ഇത് ഓർഡർ ചെയ്തതാണ്, മിക്സ് റൈസ്. ഇത് ലാമ്പിൻ്റെയൊക്കെ കുക്ക് ചെയ്യുന്ന ഓയിൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും കഴിച്ചു നോക്കാം. നമ്മൾ ഹോട്ടലിൽ താമസിക്കാൻ വന്ന ആ ഹോട്ടലിൽ ജിമ്മാണ് കാണുന്നത്. നല്ല നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. ട്രെഡ്മില്ലൊക്കെ കിടപ്പുണ്ട്. അടിപൊളി വ്യൂവിൽ നമുക്കിവിടെ എക്സസൈസ് ഒക്കെ ചെയ്യാം. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു 8-8:30 ഇറങ്ങിയതാണ് ജിമ്മിലേക്ക്. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ സാൻഡിൽസ് ഇട്ടാണ്, ഷൂ ഇല്ലാതെ നമുക്ക് ഇവിടെ അലോഡല്ല എന്ന് പറഞ്ഞു കേട്ടോ. രാവിലെ 8:45 സമയം. നമ്മുടെ ഞാൻ നാഷണൽ ജിയോഗ്രഫിക് ചാനൽ TV കാണുന്നു. അടുത്ത വാൾ ക്ലോക്ക്. ഇതായിരുന്നു നമ്മളിന്നലെ വന്ന സ്വിമ്മിംഗ് പൂളിലെ കാഴ്ച. നമ്മളിങ്ങനെ പടിക്കെട്ടുകൾ ഇറങ്ങി സ്റ്റെപ്സ് നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് ആരുമില്ല, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ സെറ്റായിട്ട് എടുക്കാം. ഇതാണ് യെസ് കമ്മിങ്. റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ബീച്ച് ആക്സസ്, പ്രൈവറ്റ് പൂള്, സോന, അതേപോലെ എല്ലാ പരിപാടിയും നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആകുന്നത് കൊണ്ട് വേറെ ഒന്നിനും പൈസ മുടക്കേണ്ടി വന്നില്ല. നമ്മളെല്ലാം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. സോനയൊന്നും ചെയ്യാത്ത അതൊക്കെ ചെയ്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ നല്ലൊരു റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ട് കടൽ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് പൂളുണ്ട്, പ്രൈവറ്റ് ബീച്ചുണ്ട്. ആ ബീച്ചാണ് തൊട്ട് താഴെ കുടകളൊക്കെ ആയിട്ട് കാണുന്നത്. അത്രയും സ്ഥലം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ 2 സൈഡ് പബ്ലിക് ബീച്ചാണ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്ന് കുളിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന 2 സൈഡ്. അപ്പോൾ നമുക്ക് അത്രയും ഒരു പ്രൈവസി കിട്ടില്ല. എങ്കിൽ തന്നെ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ കറക്റ്റ് ബീച്ച്. നമ്മൾ ഇന്നലെ വന്ന വഴി തൊട്ട് താഴെയാണ്. രസമായിരുന്നു. നമുക്ക് സോനയൊക്കെ ചെയ്യാൻ പറ്റി, സ്റ്റീം ബാത്ത് ചെയ്യാൻ പറ്റി, പിന്നെ ജിംനേഷ്യം, പൂൾ യൂസ് ചെയ്യാൻ പറ്റി. അങ്ങനെ നല്ല ഫെസിലിറ്റി ആയിരുന്നു. ജസ്റ്റ് 200 dirhams ആയിട്ടുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടുന്ന് ചെക്കൗട്ട് ആവും. ഇപ്പോൾ 10 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ 11:30 ആകുമ്പോൾ നമുക്ക് ചെക്കൗട്ട് ആവാം. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി. നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ പോയത് അടുത്തുള്ള നെഹദി മന്തിയിലേക്കാണ്. മന്തിയൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം കൊണ്ടുവന്ന സലാഡാണ് കാണുന്നത്. പിന്നെ കോംപ്ലിമെൻ്ററി സൂപ്പ്, അതിൻ്റെ ഒപ്പമുള്ള സൽസ, പിന്നെ ഗാർലിക് മയണൈസ് ഇതൊക്കെ കൊണ്ടുവന്ന് അപ്പം തന്നെ റൈസും എത്തി. നമ്മൾ ഓർഡർ ചെയ്ത മദ്ഫൂൺ ചിക്കനാണ്. ഇത് നല്ല സ്റ്റീം ചിക്കനാണോ എന്ന് ചോദിച്ചാൽ അതെ. റൈസും നല്ല സോഫ്റ്റ്, ചിക്കനും ചിക്കൻ്റെ ഉള്ളിൽ എല്ലൊക്കെ വളരെ ദ്രവിച്ചിരിക്കുന്ന എല്ല് പോലെയൊക്കെ. നമുക്ക് കൈകൊണ്ട് ഞെക്കിക്കഴിഞ്ഞ എല്ലുകളൊക്കെ ദ്രവിച്ചിരിക്കും. അതിൻ്റെ മജ്ജയായാലും അങ്ങനെ തന്നെ. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് നല്ല സിനമൻ ടീയും ലുക്കിമത്തും കൊണ്ടുവന്നു. ഇതാണ് ഇന്നത്തെ